السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത പടച്ചതമ്പുരാനിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൻആമിലൂടെ പറയുന്നത്, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശറു അംസാലിഹ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ വഹും ലാ യുളമൂൻ. വല്ലവനും ഒരു നന്മ കൊണ്ടുവന്നാൽ അവന് അതിൻ്റെ 10 മടങ്ങ് നന്മ ലഭിക്കുമെന്ന് അള്ളാഹു പറയുന്നത്. ഒരു തിന്മ കൊണ്ടുവന്നാൽ അതിന് തുല്യമായതേ അള്ളാഹു നൽകുകയുള്ളൂ. ആരോടും അനീതിയോ അക്രമോ അള്ളാഹു കാണിക്കുകയില്ല. ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് മൻ ജാഅ എന്നാണ്. ആര് നന്മ കൊണ്ടുവരുന്നു എന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് 2 കുട്ടികൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിരുന്നു. കോളേജിലെ പ്രോഗ്രാമിനായി ആ കാലഘട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പിയാനോ വിദഗ്ധനാണ് പോളണ്ടുകാരനായ പൗഡ്രോസ്കി. അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫീസ് $2000 എന്ന് പറയുകയും ചെയ്തു. ഇവർ സ്വരൂപിച്ചിട്ട് ആകെ കിട്ടിയത് $1600 ഇത് അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, $1600 കിട്ടിയിട്ടുള്ളൂ. താങ്കൾക്ക് ബാക്കിയുള്ളത് ഞങ്ങൾ പിന്നീട് അയച്ചു തരാം. ആ സംഖ്യ തിരിച്ചു കൊടുത്തുകൊണ്ട് പൗഡ്രോസ്കി പറഞ്ഞു, പ്രോഗ്രാമിന് വേണ്ടി ചിലവായ പൈസ ഇതിൽ നിന്ന് എടുക്കുകയും നിങ്ങളുടെ ശ്രമത്തിനായി അതിനുവേണ്ടി 10% നിങ്ങൾ അതിൽ നിന്ന് എടുക്കുകയും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നൽകുകയും ചെയ്യുക എന്ന് പറഞ്ഞു. വർഷങ്ങൾ കുറേ കഴിഞ്ഞു. പൗഡ്രോസ്കി പോളണ്ടിൻ്റെ പ്രധാനമന്ത്രിയായി. ലോകമഹായുദ്ധത്തിൻ്റെ കെടുതി മൂലം പോളണ്ട് പട്ടിണിയിലാകുകയും വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ പൗഡ്രോസ്കി വേൾഡ് ഫുഡ് ബാങ്കിന് കത്തയക്കുകയും ആ കത്ത് കിട്ടിയ ഉടനെ ഒരുപാട് ധാന്യങ്ങൾ ആവശ്യത്തിലധികം പോളണ്ടിലേക്ക് എത്തുകയും ചെയ്തു. നന്ദി അറിയിച്ചുകൊണ്ട് പൗഡ്രോസ്കി വേൾഡ് ഫുഡ് ബാങ്ക് ചെയർമാന് കത്തെഴുതി. അദ്ദേഹത്തിൻ്റെ മറുപടി വന്നു, ഇതൊന്നും $1600 പകരമാകുകയില്ല എന്ന്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പഴയ വിദ്യാർത്ഥിയാണ് വേൾഡ് ഫുഡ് ബാങ്കിൻ്റെ ചെയർമാൻ റോബർട്ട് ഹ്യൂവർ. മറ്റൊരു സംഭവം, മഹാനായ വിശ്വാസി ഖലീഫ ഉമറും അബ്ദുള്ള ഇബ്നു നൂമാനും നടന്നു വരുമ്പോൾ മലഞ്ചെരുവിലൂടെ ഒരു അടിമ ആടിനെയും അയച്ചു കൊണ്ടുവരികയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അവനോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു ആടിനെ തരുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരാട്ടിടയൻ മാത്രമാണ്, എൻ്റെതല്ല ഈ ആടുകളൊക്കെ. അപ്പോൾ പറഞ്ഞു, ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ ആ അടിമ പറഞ്ഞത്, മുകളിൽ നിന്നും അള്ളാഹു കാണുന്നില്ലേ? അള്ളാഹുവോട് ഞാൻ എന്ത് പറയും? ഇത് കേട്ട് ഖലീഫ ഉമർ പൊട്ടിക്കരയാൻ തുടങ്ങി. ഉടനെ ആട്ടിടയൻ്റെ യജമാനടുത്ത് പോവുകയും അദ്ദേഹം പറഞ്ഞ പൈസ കൊടുത്ത് ആ ആട്ടിടയനെ മോചിപ്പിക്കുകയും ചെയ്തു. ഒരുപാട് അറിവോ ജീവിത ചുറ്റുപാടോ സാഹചര്യമോ ഇല്ലാതിരുന്നിട്ട് പോലും ആ ആട്ടിടയൻ്റെ മനസ്സ് അള്ളാഹു കണ്ടു. അള്ളാഹു പറയുകയാണ്, അലം യഅലം ബി അന്നല്ലാഹ യറ, നിങ്ങൾ അറിയണം അള്ളാഹു നിങ്ങളെ കാണുന്നു എന്ന്. അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. വിശ്വാസികളെ, നിങ്ങൾ നന്മ പ്രവർത്തിക്കുക, എങ്കിൽ നിങ്ങൾക്ക് പകരം നൽകാനുള്ളത് സ്വർഗമാകുന്നു. അവിടെ നിങ്ങൾ സ്ഥിരതാമസക്കാരുമായിരിക്കും. പണ്ടൊരിക്കൽ വീട് നിർമ്മിച്ചു നൽകുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം വിദഗ്ധനായ മാനേജറും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ മാനേജർ പറഞ്ഞു, ഞാൻ ഇവിടെ വിട്ടു പോവുകയാണ്, രാജിവെക്കുകയാണെന്ന്. അദ്ദേഹം പറഞ്ഞു, നീ രാജിവെച്ച് പോവുകയില്ലേ, അവസാനമായി എനിക്കൊരു മനോഹരമായ നിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഏറ്റവും നല്ല വീടുണ്ടാക്കി തന്നതിന് ശേഷം താങ്കൾക്ക് പോകാമെന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ആ ജോലി ഏറ്റെടുക്കുകയും ഏറ്റവും മോശമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി. താക്കോൽ മുതലാളിക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദര, ഒരുപാട് കാലമായി നീ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നു, അതുകൊണ്ട് എൻ്റെ വക പാരിതോഷികമായി ഈ വീട് നിങ്ങൾ എടുത്താലും. ഇതിൽ സൂചിപ്പിച്ച 2 കഥകളും നമ്മളുമായി ബന്ധപ്പെട്ടതോ നമ്മൾക്ക് അനുഭവപ്പെട്ടതോ ആയിരിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം നയിച്ച് മുന്നേറുക. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.